നമസ്കാരം. ഡീകോഡ് 360 മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിശകലനം ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അതുപോലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശനും തമ്മിൽ നടക്കുന്ന ഒരു വാക്പോരിനെ പറ്റിയിട്ടാണ്. ഇവർ രണ്ടുപേരും പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന വിഷയം BJPയുമായിട്ടുള്ള അവരുടെ ബാന്ധവത്തെ പറ്റിയിട്ടാണ്. അപ്പോൾ വി.ഡി. സതീശൻ ആദ്യമായിട്ട് പറഞ്ഞു, ഏകദേശം 10ഓളം മണ്ഡലങ്ങളിൽ BJPയും LDFുമായിട്ട് ഡീലുണ്ടായി. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ശ്രീ വി.ഡി. സതീശൻ പണ്ട് ഒരു 10-20 വർഷങ്ങൾക്ക് മുന്നേ RSSൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ നേതാവായിട്ടുള്ള ഗോൾവാക്കറിൻ്റെ മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച അതിൻ്റെ ഒരു പടമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതോടുകൂടി വീണ്ടും ഈ തർക്ക വിതർക്കങ്ങൾ വീണ്ടും നല്ല രീതിയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് തന്നെ ഈ ഒരു ബന്ധം മാറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ടത് വർഷം പിറകിലേക്ക് പോയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചർച്ചയാക്കുന്നത്. അതാണോ നമ്മുടെ മലയാളികൾ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു 10 വർഷം തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരു സർക്കാർ വീണ്ടും ജനവിധി തേടുമ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തന്നെ ഈ കേരളത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് വിശകലനം ചെയ്യുകയല്ലേ വേണ്ടത്. ഈ കഴിഞ്ഞ 10 വർഷം നമുക്കറിയാം, ഏറ്റവും ആദ്യം സംഭവിച്ചത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സർക്കാരിൻ്റെ നടപടിയാണ്. അതെല്ലാം നമ്മൾ മറന്നുകൂടാ. ഈ സർക്കാർ എന്താണ് അന്ന് ചെയ്തത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്ന് സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ ഇവർ നവോത്ഥാന കേരളം എന്ന് വീമ്പിളക്കി ഇവർ 2 യുവതികളെ കൊണ്ടുവന്ന് പോലീസിൻ്റെ പിന്തുണയോടുകൂടി ആരും അറിയാതെ കൊണ്ടുവന്ന് 18-ാം പടി ചവിട്ടിക്കുകയാണ് ചെയ്തത്. അത് അത്ര ധൃതി പിടിച്ച് ആ സുപ്രീം കോടതി വിധി നടപ്പിലാക്കേണ്ട യാതൊരു സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ അന്ന് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, ഇത് കേവലം ഒരു 4 വോട്ടിന് വേണ്ടിയിട്ട് നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങൾ. വോട്ട് പോയാൽ അല്ലെങ്കിൽ ഇലക്ഷന് ജയിച്ചില്ലെങ്കിൽ വേണ്ടെന്ന് വയ്ക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുകളാണ് പ്രധാനം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് അന്ന് അങ്ങനെയെല്ലാം കാട്ടിക്കൂട്ടലുകൾ ഉണ്ടായത്. നമ്മൾ കേരളത്തിൽ നമ്മുടെ ഈ തലമുറയിൽപ്പെട്ട ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ബഹുജന പ്രക്ഷോഭം തന്നെ അതിൻ്റെ പേരിൽ ഉണ്ടായി. ഹിന്ദു മതവിശ്വാസികളും അതുപോലെ NSSും SNDPയും RSSും അടങ്ങുന്ന ഹിന്ദു സംഘടനകളും എല്ലാവരും നിരത്തിലിറങ്ങിയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഉണ്ടായ ഉടനെ തന്നെ വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ LDFന് അമ്പേ പരാജയമായിരുന്നു ഫലം. 20 സീറ്റിൽ 19 സീറ്റും UDF ആണെന്ന് നേടിയത്. ആകെ ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാനായിട്ട് പറ്റിയത്. പക്ഷേ അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ്. CPMൻ്റെ യോഗം ചേർന്ന് അവർ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിട്ട് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ നവോത്ഥാന മതിലും നവോത്ഥാന കേരളവും എന്ന ആശയമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവർ ജനങ്ങളുടെ വീടുകളിൽ കയറിയിറങ്ങി അവർ ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മാപ്പിരക്കുകയാണ് ചെയ്തത് അന്ന്. അതിനുശേഷം വീണ്ടും 2ാമത്തെ ഇലക്ഷൻ വന്നു, അവർ തന്നെ ഭരണത്തിൽ കയറി. അപ്പോൾ നമുക്കറിയാം, ഇവർ പലപ്പോഴായിട്ട് പല പ്രീണനങ്ങളും നടത്തുന്നവരാണ്. അപ്പോൾ ആദ്യം ഇവർ ന്യൂനപക്ഷ പ്രീണനം ആണ് നടത്തി നോക്കിയത്. നമുക്കറിയാം, പണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഈ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ആ ബന്ധം അവർ തന്നെ പരസ്യമായി അംഗീകരിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൻ്റെ ക്ലിപ്പുകളും നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ആ ന്യൂനപക്ഷ പ്രീണനം നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഈ ശബരിമല വിഷയവും വന്ന് അതിൽ നിന്ന് വന്ന തിരിച്ചടികൾ കൂടി മനസ്സിലാക്കിയതിനു ശേഷം അവർ നേരെ ഭൂരിപക്ഷ പ്രീണനത്തിലേക്കാണ് മാറിയത്. ആ ഭൂരിപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് SNDPയെ കൂടെ കൂട്ടി. അതിനുശേഷം ഈ കഴിഞ്ഞ വളരെ അടുത്ത് തന്നെ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തെ പറ്റിയും നമുക്കെല്ലാം അറിയാം. ആ ആഗോള അയ്യപ്പ സംഗമത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ആണ് മുഖ്യമന്ത്രി കൂടെ കൂട്ടിയത്. ആ വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി ഈ യോഗം നടന്ന സ്ഥലത്തേക്ക് ആനയിച്ച് കൊണ്ടുവരികയും അതുപോലെ പൊന്നാട അണിയിപ്പിക്കുകയാണ് ചെയ്തത്. അതിനു മുന്നേ കുറച്ച് നാളുകൾ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ വായിൽ നിന്നും വന്ന വർഗീയ ചുവയുള്ള വാക്കുകൾ നമ്മളെല്ലാവരും ആശ്ചര്യത്തോടു കൂടി അല്ലെങ്കിൽ സങ്കടത്തോടു കൂടി കേട്ടതുമാണ്. പക്ഷേ അതിനെതിരെ ഒന്നും ഒരു ചെറു വിരലനക്കാതെ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ അതിനെ എതിർത്ത് പറയാതിരുന്ന LDFും CPMും അതിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ പിണറായി വിജയനുമാണ് അതേ വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കയറ്റി അയ്യപ്പ സംഗമത്തിന് കൊണ്ടുപോയി പൊന്നാടയിട്ട്
സ്വീകരിച്ച് അത് നമ്മൾ മറന്നുകൂടാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കേട്ടതാണ് UDFുമായിട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയ്ക്കുള്ള ബന്ധത്തെപ്പറ്റി ഇവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ശ്രീ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPMനായിരുന്നു പിന്തുണ. അവരത് സ്വീകരിച്ചതാണ്, അത് പരസ്യമായി സമ്മതിച്ചിട്ടും ഉള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ UDFന് അവർ ചോദിക്കാതെ തന്നെ ഈ സംഘടന UDFുമായി സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ, സഹകരിക്കുക എന്ന് പറഞ്ഞാൽ മുന്നണിയുമായി യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അവർ പറഞ്ഞു ഞങ്ങളുടെ വോട്ടുകൾ UDFനാണ് എന്നുള്ളത്. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ട് പോലും അത് UDFുമായി ഈ സംഘടന സഹകരിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വർഗീയ സംഘടനയായി, അത് പ്രശ്നമായി ഇവർ ഉയർത്തിക്കാട്ടിയത് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും. പക്ഷെ അതും ബലം കാണാതെ വന്നപ്പോഴാണ് ഇവർ ഭൂരിപക്ഷ പ്രീണനവുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നത് VD സതീശൻ RSSൻ്റെ ഏജന്റാണ്, അല്ലെങ്കിൽ VD സതീശന് RSSുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ്. VD സതീശൻ എന്തുകൊണ്ടാണ് അന്നത്തെ ആ പരിപാടിയിൽ പോയി അവിടെ വിളക്ക് കൊളുത്തിയത് എന്നുള്ളത് അദ്ദേഹം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ടത്, നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ നടന്ന കാര്യങ്ങളാണോ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടത്? അതോ ഈ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാരും അതിൻ്റെ തലവനായിട്ടുള്ള ശ്രീ പിണറായി വിജയനും എന്താണ് ചെയ്തത് എന്നുള്ളതിനെ പറ്റി ഒരു റീക്യാപ്പ് ചെയ്യുകയാണോ നമ്മൾ ചെയ്യേണ്ടത്? അവർ എപ്പോഴും ശ്രമിക്കുന്നത് നുണകൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. ഈ നുണകൾ പറഞ്ഞ് അത് സത്യമായി മാറ്റാൻ വേണ്ടി മാത്രമാണ് ഇവർ ഇത്രയും കോടികൾ ചിലവിട്ട് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള കാശെടുത്ത് പരസ്യങ്ങളും അഭിമുഖങ്ങളും ചെയ്ത് സംപ്രേഷണം ചെയ്യുന്നത്. ഈ പിണറായി വിജയനും CPMനും അല്ലെങ്കിൽ ആ മുന്നണിക്കാകെ ഇതിൽ BJPയുമായുള്ള ബന്ധത്തെ അവർക്ക് നല്ല രീതിയിൽ വിമർശിക്കാനും അല്ലെങ്കിൽ അവർക്ക് നിലപാട് പറയാനുമുള്ള അവസരമുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു പള്ളി നടേശനും കൂട്ടരും നടത്തിയ വർഗീയ ചുവയുള്ള വാക്കുകൾ ഒരു വാക്കുകൊണ്ടെങ്കിലും ഇവർക്ക് എതിർത്ത് പറഞ്ഞിരുന്നെങ്കിൽ, ഇവർക്ക് ഇപ്പോൾ ഇതെല്ലാം പറയുവാനുള്ള ആർജവം അന്ന് അവർ കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് നിലപാട് ഉയർത്തി പറയാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ അന്ന് അവർ അത് ചെയ്തില്ല, അവരത് ഇപ്പോഴും ചെയ്യുന്നില്ല. ഇപ്പോൾ അവർ ഭൂരിപക്ഷ പ്രീണനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതി ആ കേസ്, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വീണ്ടും എടുത്തപ്പോൾ ഈ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിലപാട് തേടിയിരുന്നു. പക്ഷേ ആ നിലപാട് തേടിയപ്പോൾ നമ്മൾ ആരും കേട്ടില്ല ഈ പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു അംഗമോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റോ ഒരു നിലപാടും, അതായത് അന്നെടുത്ത ആ നിലപാട് വീണ്ടും അതേപോലെ തന്നെയാണ്, ഞങ്ങളുടെ നിലപാടിലൊരു മാറ്റവുമില്ല എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടില്ല. അദ്ദേഹം ഈ അടുത്തിടയ്ക്ക് ഒത്തിരി മാധ്യമങ്ങൾക്ക് തുടർച്ചയായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകൻ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത്, അത് കോടതി ഞങ്ങളോട് ചോദിച്ചിട്ടില്ല, ചോദിക്കട്ടെ അപ്പോൾ പറയാമെന്നാണ്. അപ്പോൾ ഇവർക്കൊരു നിലപാടുണ്ട്, അത് നവോത്ഥാന കേരളവും നവോത്ഥാന സദസ്സും എല്ലാമാണ് എങ്കിൽ എന്തിനാണ് അവർ നിലപാട് അത് പറയാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. നമുക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ ശക്തമായ നിലപാടാണ്, അല്ലെങ്കിൽ 4 വോട്ടിന് വേണ്ടിയിട്ട് നിലപാട് മാറ്റുന്നവരല്ല ഞങ്ങളെങ്കിൽ എന്തുകൊണ്ട് ആ നിലപാട് ഇപ്പോൾ തന്നെ പറഞ്ഞുകൂടാ? അപ്പോൾ ആ നിലപാട് ഇപ്പോൾ പറയാത്തതിൻ്റെ കാരണം തന്നെ അവർ ഭൂരിപക്ഷ പ്രീണനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊരു നിലപാട്, അതായത് പണ്ടെടുത്ത നിലപാട് ഇപ്പോഴും പറയുകയാണെങ്കിൽ ആ പ്രീണനത്തിന് എതിരാകും എന്നത് അവർക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവരിപ്പോൾ അതിനെപ്പറ്റി മനഃപൂർവ്വം മൗനം പാലിക്കുന്നത്. നേരെ മറിച്ച് നമുക്കറിയാം, ഈ വെള്ളാപ്പള്ളി നടേശൻ ഇതുപോലെ വർഗീയ വിഷമുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ അതിനെതിരെ ഈ കേരളത്തിൽ പ്രതികരിച്ചത് UDF മുന്നണിയാണ്. അതിൻ്റെ നേതാവായിട്ടുള്ള ശ്രീ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. വേറൊരാളും അതിനെതിരെ ശബ്ദിച്ച് നമ്മൾ കണ്ടില്ല. അതായത് LDFിൽ നിന്നുള്ള ഒരാളും അതിനെതിരെ ശബ്ദിച്ചതായിട്ട് നമ്മൾ കണ്ടില്ല. അപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ നടന്നിട്ടുള്ള കാര്യങ്ങളിലെ ഫോട്ടോ ആണോ ഇപ്പോൾ പോസ്റ്റ് ചെയ്യേണ്ടത്, അതോ ഈ റീസെൻറ്റ് പാസ്റ്റിൽ നമ്മുടെ കൺമുന്നിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കേണ്ടത് എന്നുള്ളത് വീണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളൊരു കാര്യമായിട്ട് വരികയാണ്. ഈ കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിൽ നടന്ന, ഞാനിപ്പോൾ പലവട്ടം പറഞ്ഞ ഈ ഇൻസിഡൻറ്റുകൾ നമ്മുടെ മുന്നിൽ പച്ച വെളിച്ചം പോലെ കിടക്കുമ്പോൾ എന്തിനാണ് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോകാനും അത് ചികഞ്ഞു നോക്കാനും പോകുന്നത്? അത് പോയതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ ഒരു നിലപാടെടുക്കാൻ കഴിയാത്തവർ മുന്നേ എടുത്ത ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്ത് തടി തപ്പാൻ നോക്കുന്നത് എന്നത് മാത്രമാണ് ചോദ്യം. കേൾക്കുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക.
വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.